ഹിമാചലിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഫസ്റ്റ് സ്നോഫോൾ ആണ്. മണാലി ടൗണിന്റെ അടുത്തുള്ള ടൗണാണ് നമ്മൾ നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഹഡിംബോർഡ് എടുത്താണ് ഞങ്ങളുടെ ഹഡിംബോർഡ് എടുത്താണ് നമ്മളുടെ സ്റ്റേ. അപ്പോൾ മണാലിയിലെ ഫസ്റ്റ് സ്നോഫോൾ ആണ് ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ സ്നോ ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് വള്ളിച്ചെരുപ്പൊക്കെയാണ് ഇത് നടക്കുന്നത്. എൻ്റെ മുന്നിലെയാണ് നനക്കരുത്. അപ്പോൾ കൈകൊണ്ട് പിടിക്കാനുള്ള ധൈര്യം എനിക്കിപ്പോൾ മഞ്ഞിനോടില്ലാത്തത് കൊണ്ട് ഞാൻ പതിയെ ചെരുപ്പ് കാലുകൊണ്ട് മാത്രം തൊടുന്ന രീതിയിലുള്ള അറിയല്ലേ മഞ്ഞറിയല്ലേ തെന്നി വീഴണം. തെന്നി വീഴാൻ ഞാനില്ല, ഏറെ ജീവിച്ചില്ല. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ വളരെ മനോഹരമായിട്ട് പരിമിതികൾക്കുള്ളിൽ നിന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഫാൾസ് ഉണ്ടാകും, എപ്പോഴെങ്കിലും മഴ പെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ വീഡിയോ നല്ല രീതിയിൽ മാക്സിമം എടുക്കാൻ നമ്മളുടെ അച്ചോട്ട് പറ്റട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ തുടങ്ങുന്നു. ഇവിടെ മൊത്തം തണുപ്പായിട്ടുണ്ട്. തണുപ്പായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാവരും സ്നോ വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. മോർണിംഗ് വാക്ക് അതിപ്പോൾ സ്നോ വാക്കാക്കി. അപ്പോൾ സ്നോ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് എനിക്ക് കൂടുതലും കാണാൻ പോകുന്നത്. കാര്യം മഞ്ഞിൻ്റെ ആ ഒരു ഭംഗി തന്നെ കാണാൻ മാത്രമുണ്ട്. അപ്പോൾ ഞാനിന്ന് പണിയെടുക്കുന്നില്ല, ഞാനിന്ന് ഷൂട്ടും ചെയ്യുന്നില്ല. അച്ഛൻ തന്നെയാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് ഇന്നത്തെ വീഡിയോയുടെ ഫുൾ കടിച്ചിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ മഞ്ഞ് നടക്കുമ്പോൾ ഉള്ളത് നമുക്ക് കാണാം. ചെക്കൻ തണുപ്പ് പോലും ചെരുപ്പ് കിട്ടുന്നത് ഇറങ്ങി. അത് വേറെ കാര്യങ്ങളൊന്നുമല്ല, ആകെ ഒരു ഷൂ കയ്യിലുള്ളത്. അത് നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെരുപ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാലൊക്കെ നന്നായിട്ട് മരവിക്കുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ വിരലൊക്കെ ഒന്ന് അനക്കി നിൽക്കണം. ഇപ്പോൾ ഇതുവഴി പോയപ്പോഴത്തേക്കും നമ്മുടെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു കാറിലെ വിരലെല്ലാം മരവിച്ച് കട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ ഇവിടെ വരും. ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ എവർസ് സിനിമ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സീനിന് വിരൽ ഒരാളുടെ ഉണ്മയിലേക്ക് പോയി കഴിഞ്ഞാൽ തടുത്ത് കഴിഞ്ഞാൽ ഫ്രീസ് ആവും, ഒടിഞ്ഞു പോകും അറിയാതെ. അപ്പോൾ അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നോക്കാം. ഈ ഒരു ഏരിയയിൽ ഇറക്കമായതുകൊണ്ടായിരിക്കണം മഞ്ഞെല്ലാം ഉരുകി വെള്ളമായിട്ട് കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഇപ്പോൾ കുടയുമായിട്ട് നടക്കുന്നുണ്ട്. സ്നോ എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ഇത് മണാലിയിലെ ഫസ്റ്റ് സ്നോഫോൾ ആയതുകൊണ്ട്. മാത്രമല്ല ഇവിടുത്തെ പട്ടികളുടെ ഒരു നല്ല സ്നേഹമുള്ള പട്ടികളാണ്. നമ്മളൊരു ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ നമ്മുടെ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടാവും. എടാ വലിയ കാര്യത്തിൽ മഞ്ഞെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട്? സുഖം എങ്ങനെയുണ്ട്? വിന്റർ ജാക്കറ്റ് ഇറങ്ങുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരേ ഒരാൾക്ക് വിന്റർ ജാക്കറ്റ് ഉള്ളത്. ജോബി വിന്റർ ജാക്കറ്റ് മണാലി. കൈ അരങ്ങുന്നില്ല, അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കൊണ്ടുവരണം. നമ്മുടെ പിള്ളേരെല്ലാം മഞ്ഞിൽ കളി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് കളിക്കാൻ ഇത്ര മനസ്സങ്ങോട്ട് വരുന്നില്ല. വരത്തില്ല.
അപ്പോൾ ഇത് രാവിലെ നമ്മൾ നിന്ന സ്ഥലം തന്നെയാണ്. ഇതിപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4 മണി സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും വെയിൽ വന്നില്ലെങ്കിലും ഈ മഞ്ഞെല്ലാം ഉരുകി പോയിട്ടുണ്ട്. ഇതേ അടുത്ത കോട വന്ന് ഇവിടെ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. അടുത്ത മഴ ഇപ്പോൾ പൊടിഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഉടനെ തന്നെ ഇന്ന് രാത്രി അടുത്ത മഞ്ഞ് പെയ്ത് പിന്നെയും നിറയുന്നതാണ്, പിന്നെയും ഒഴുകും. അങ്ങനെ ഒരു സ്കീം ആയിരിക്കണം എന്ന് തോന്നുന്നു. നമ്മുടെ സാധാരണ ചെറിയ ചാറ്റിൽ മഴ പെയ്ത് വെള്ളം നമ്മൾ കുറച്ച് നേരം കെട്ടിക്കിടന്നിട്ട് അത് ഉണങ്ങി പോകത്തില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇപ്പോൾ മഞ്ഞ് വീട്ടിപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള നമ്മളുടെ 6ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്തത് ആ സ്റ്റേ ചെയ്ത സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും അടുത്തത് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ആ പ്രോപ്പർട്ടിയെ നന്നായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ബാക്ക് പാക്കേഴ്സിന് വേണ്ടി വളരെ ബഡ്ജറ്റ് പ്രധാനമാക്കിക്കൊണ്ട് വളരെ ലോ ബഡ്ജറ്റിൽ ബാക്ക് പാക്കേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഡിസൈൻ ചെയ്തൊരു ഹോസ്റ്റലാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലിയിൽ വന്ന് ഇത്ര എക്സ്പെൻസ് ഒന്നുമില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിക്കാമെങ്കിൽ ഇതുപോലത്തെ ഹോസ്റ്റൽ തന്നെ ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ മണാലിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്റ്റലായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അടുത്ത വീഡിയോ നമ്മളുടെ ഈ സീരീസിലെ ഈ സീസണിലെ എൻഡ് വീഡിയോ ആയിരിക്കും, അവസാനത്തെ വീഡിയോ ആയിരിക്കും. മേക്ക് എ ജേണിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ടീം മേക്ക് എ ജേണി സൈൻ ഓഫ് ഫ്രം ഹിമാചൽ.